ഇപ്പോൾ വരുന്ന വിവരം തൃശൂർ കൊടകരയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 3 ആയിരിക്കുന്നു എന്നതാണ്. രാഹുൽ, റൂബൽ, അലിം എന്നിവരാണ് മരണമടഞ്ഞത്. കെട്ടിടത്തിനടിയിൽപ്പെട്ട 3 പേരെയും പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സൂരജ് സജി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സൂരജ്, മൂന്നാമത്തെയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു, പക്ഷേ അദ്ദേഹവും മരണമടഞ്ഞിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങൾ. അനുജ, തീർച്ചയായും വളരെ സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. കാര്യം ഈ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ. രാവിലെ തുടങ്ങിയ രക്ഷാദൗത്യമാണ്, പക്ഷെ അത് ഇവരെ ജീവനോടെ പുറത്തെടുക്കുക എന്നുള്ളത് സാധിച്ചില്ല. സാർ, ഇപ്പോൾ നിലവിലൊരു സ്റ്റാറ്റസ് എന്താണ്? നമ്മളോടൊപ്പം ഫയർഫോഴ്സ് ഓഫീസർ കയറുകയാണ്. നിലവിലെ സ്റ്റാറ്റസ് നമ്മുടെ 3 നിലയങ്ങളിൽ നിന്നുള്ള ടീമംഗങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ജില്ലാ ഫയർ ഓഫീസർ ശ്രീ MS സുവിസാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ തുടങ്ങിയത്. 2 JCB, അതുപോലെ തന്നെ ഏകദേശം 30ഓളം ജീവനക്കാർ. നമ്മൾ രാവിലെ 6 മണി മുതൽ കോൾ ലഭിച്ചത് മുതൽ ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങി. 3 പേരെയും നമുക്ക് പുറത്തെത്തിക്കാൻ സാധിച്ചു. നിർഭാഗ്യവശാൽ അതിൻ്റെ 2 പേർക്ക് ജീവനില്ലായിരുന്നു എടുക്കുമ്പോൾ. ഒരാൾക്ക് നമ്മൾ പൾസ് അനുഭവപ്പെട്ടു. ബാക്കി അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നേ അറിയാൻ പറ്റത്തുള്ളൂ. എത്ര പേരുണ്ടായിരുന്നു ഇവിടെ എന്നുള്ളതാണ്? അവരുടെ കൂടെ താമസിച്ചത് നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചത് 17 പേര് ഈ കെട്ടിടത്തിലുണ്ട്. അതായത് ജാർഖണ്ഡ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നു. അപ്പോൾ അതിൽ ഈ കെട്ടിടം വീഴുമ്പോൾ ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെടുകയും ബാക്കി 3 പേരാണ് ഇതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ള അവരെ കൂടെയുള്ള ആൾക്കാർ നമ്മുടെ പറയുന്നു. അപകടത്തെക്കുറിച്ച് അവരെങ്ങനെയാണ് പറയുന്നത്? ഈ അപകടത്തെക്കുറിച്ച് പറയുന്നത് അവർ രാവിലെ ഉറക്കൊഴിഞ്ഞപ്പോൾ ഇന്നലെ ശക്തമായ മഴയായിരുന്നല്ലോ, മഴയെ തുടർന്നിട്ട് കെട്ടിടം ഇടിഞ്ഞു വീഴാകാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പോകാൻ വേണ്ടി ഇറങ്ങായിരുന്നു ജോലിക്ക്? അവർ ജോലിക്ക് വേണ്ടി പോകാനായിട്ട് ഇറങ്ങുകയായിരുന്നു. ഇത്രയും ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയതല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് അവർക്ക് അത്രയും അവരെ ലൈവായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ബാക്കിയുള്ളവർക്ക് ഓടി രക്ഷപ്പെടാനും ഈ 3 പേര് മാത്രം അകത്ത് ഉൾപ്പെടാനും. അകത്തേക്കായിരുന്നു ഇവർ 3 പേരും അകത്തായിരുന്നു ഉണ്ടായിരുന്നല്ലേ? അതെ, ഇവർ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ലാഡറുണ്ട്. ആ ലാഡർ വഴി അവർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു കെട്ടിട തകർച്ച ഉണ്ടായത്. അതിൽ 2 പേര് ഏകദേശം ബിൽഡിങ്ങിന് പുറത്തെത്തിയതാണ്. 3-ാമത്തെ ആൾ തൊട്ടുപിറകിലായിരുന്നു. ഇതിന്റെ കാലപ്പോ ഈ ലാഡറിലാണ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്? അതെ, കാരണം ഇതിൽ G+1 ബിൽഡിംഗ്, അത് ഗ്രൗണ്ടും 1 നിലയും കൂടിയാണ്. അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസിൽ നിന്ന് താഴോട്ട് വരുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ആരുടെയെങ്കിലും ഒക്കെ നമ്മൾ ഓരോ കോൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതിൽ 2-ാമത്തെ ആളെടുത്തപ്പോൾ അത് ഒരു പൾസും ഉണ്ടായിരുന്നു. അത് ബാക്കിയുള്ള സ്ഥിതി എന്താണെന്നുള്ളത് ഹോസ്പിറ്റലിൽ അധികൃതമായിട്ട് സംസാരിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. അനുജ, അത് തന്നെയാണ്. അതായത് നമ്മളോടൊപ്പം സംസാരിച്ചത് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. അവർ പറയുന്ന അവരും ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിൽ ഒരാൾക്ക് പൾസ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. 3 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കനത്ത മഴയായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് കാണാം, ഇത് ചെങ്കൽ ഉപയോഗിച്ച് കെട്ടിയ കെട്ടിടമാണ്. സ്വാഭാവികമായും 2 നില കെട്ടിടം, കാലപ്പഴക്കമുള്ള കെട്ടിടം. ആ കെട്ടിടത്തിലേക്ക് തുടർച്ചയായി പെയ്ത മഴയിൽ ആ ഈർപ്പം കെട്ടി നിന്നാണ് ഈ കെട്ടിടം തകർന്നു വീണത്. ഈ 17 പേരും ഈ കെട്ടിടം തകരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടി മാറാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അതിൽ 2 പേർക്ക് ഈ കെട്ടിടത്തിന്റെ മുൻഭാഗത്തേക്ക് എത്താൻ സാധിച്ചു. പക്ഷേ അതിനുള്ളിൽ തന്നെ കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു. ഏറ്റവും അവസാനം പുറത്തെടുത്ത അലിമിനെ സംബന്ധിച്ച് അലിം ഈ സ്റ്റെയർ ഇറങ്ങി വരികയായിരുന്നു. ഇതിനകത്ത് ഒരു പടിയുണ്ട്. ആ പടിക്കെട്ടിറങ്ങി ഓടി വരുന്ന സമയത്ത് അവിടെ വച്ചാണ് അപകടം സംഭവിച്ചത്. അതാണ് നമ്മൾ നേരത്തെ ആലിമിനെ പുറത്തെടുക്കാൻ ശ്രമം നടത്തുന്നതിനിടയിൽ തൃശൂർ കൊടകരയിലാണ് കാലപ്പഴക്കം ചെന്ന 2 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ 3 പേർ മരണമടഞ്ഞത്. 2 പേർ നേരത്തെ തന്നെ മരണമടഞ്ഞുവെന്ന് സ്ഥിരീകരിച്ചതാണ്. 3-ാമത്തെയാളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു, പക്ഷേ അതും വിഫലമായി. രാഹുൽ, റൂബൽ, അലിം എന്നീ പശ്ചിമ ബംഗാൾ തൊഴിലാളികളാണ് മരണമടഞ്ഞത്. 17 പേരാണ് ഈ കെട്ടിടത്തിലാകെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഈ 3 പേർ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി, പക്ഷേ അതിനു മുൻപ് തന്നെ അവരുടെ ദേഹത്തേക്ക് കെട്ടിടം പതിക്കുകയായിരുന്നു. അതിൽ 3-ാമത്തെ ആളുടെ ദേഹത്തേക്ക് ഈ കെട്ടിടത്തിന്റെ മച്ച് ഇടിഞ്ഞു വീണു എന്നുള്ളതാണ്. അദ്ദേഹം ഗോവണി വഴി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവിടെ കുടുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമ്പോഴും ആ തരത്തിൽ കാൽ അവിടെ കുടുങ്ങിയിരുന്നു എന്നുള്ളതാണ്.